ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എനർജി എക്സ്പെൻഡിച്ചർ ഫോർ വേരിയസ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുണ്ടായ ആ ടോപ്പിക്കാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് BMRന് വേണ്ടി പോകുന്നുണ്ട് അല്ലെ, ഒരു 70% അടുത്ത് BMRന് വേണ്ടി നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്, എത്രത്തോളം എനർജി നമ്മൾ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത് അല്ലേ. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്, ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല, ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി കുറച്ച് എനർജി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡൈനാമിക് ആക്ഷൻ, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷന് വേണ്ടിയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 20% ഫിസിക്കൽ ആക്ടിവിറ്റിക്കാണ്, 10% SDAക്കാണ് പോകുന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ BMR കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു, ഫിസിക്കൽ ആക്ടിവിറ്റിയും പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതിനകത്ത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ ഒക്കെ കണ്ടിരുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി SDA ആണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോസും അതിൻ്റേതായ രീതിയിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ, ഇതാണ് എടുക്കുന്നുള്ളതെന്ന്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സും ലിപ്പിഡ്സും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കട്ടെ കേട്ടോ, ചെയ്തു തരാം. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാൻ പ്രകാരമാണ് പോകുന്നത്. ഇടയിൽ ടൈം കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമുക്ക് കയറ്റാം. ഓക്കെ. പിന്നെ ഒരു വീഡിയോനകത്ത് ഒരാൾ എന്താണ് ഓർഗാനിസംസ് അല്ല, നമ്മൾ വെറ്ററിനറി സയൻസിനടുത്ത് ഞാൻ എന്താണ് ഓർഗാനിസംസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് വെറ്ററിനറി സയൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊക്കെ യൂസ് ചെയ്യേണ്ട ടേംസ് ഉണ്ട്. ഓർഗാനിസംസിന് പകരം നമ്മൾ ബ്രീഡ് എന്നാണ് അവിടെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓർഗാനിസംസ് എന്ന് പറയില്ല, ബ്രീഡ് എന്നാണ് നമ്മളവിടെ പറയാറുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, BMR 70%, ഫിസിക്കൽ ആക്ടിവിറ്റി 20%, അതുപോലെ തന്നെ SDA 30% ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ബോഡി സൈസും അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ, നമ്മൾ എത്രത്തോളം ഫുഡ് കഴിക്കുന്നുണ്ട് അല്ല, എത്രത്തോളം ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് വുഡ് കട്ടർ, അതുപോലെ തന്നെ കഠിനമായി പണിയെടുക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയ ചെറിയ പണിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിനകത്ത് എത്രത്തോളം എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നു എന്ന് നമ്മൾ കണക്ക് ആക്കുന്നുള്ളത്. ഈവൻ ഇൻ ഇൻഡിവിജ്വൽസ് ഹു ഡു നോട്ട് പെർഫോം സ്പെസിഫിക് ടാസ്ക്, അതായത് ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു ഫിസിക്കൽ ടാസ്കും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, വെറുതെ അവിടെ ഇരിക്കുകയാണ്, അങ്ങനെയുള്ള ഒരാളിലും എന്താണ് അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി അൺകോൺഷ്യസ്ലി നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, കിഡ്നീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ലിവർ വർക്ക് ചെയ്യുന്നുണ്ട്. അൺകോൺഷ്യസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം എന്താണ്, അവിടെ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ അർത്ഥം. എന്താണ്, അവിടെ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചില എനർജി നമുക്ക് ചില ആക്ടിവിറ്റീസ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അതിനാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ വാക്ക് ചെയ്യുന്നു, നമ്മൾ ജോഗ് ചെയ്യുന്നു, നമ്മളൊരു പണിയെടുക്കുന്നു, അങ്ങനെയുള്ള നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഈ എക്സസൈസ് അല്ലേ. എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്വെറ്റിങ്ങും അല്ലേ, നമ്മൾ വേർക്കും, നല്ല വൃത്തിയിലൊന്ന് വേർക്കും. അതുപോലെ തന്നെ നല്ലോണം നമ്മൾ എനർജി അവിടെ ആവശ്യമായതുകൊണ്ട് തന്നെ നല്ലോണം ഓക്സിജൻ അവിടെ ആവശ്യമാണ്. ആ ഓക്സിജൻ റെസ്പിറേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം നമ്മൾ ശ്വസിക്കും, നമ്മൾ നല്ലോണം സ്വെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ജോലികളുണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ജോലികളുണ്ട്. എന്നാൽ അവിടെ നമ്മൾ സ്വെറ്റൊന്നും ചെയ്യാണ്ട് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ നടക്കുന്നുള്ള ചില പരിപാടികളും ഉണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എനർജി കോസ്റ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനർജി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വാക്കിങ്, റണ്ണിങ്, സൈക്ലിങ്, ഇതിനൊക്കെ എനർജി ആവശ്യമാണ്. സ്വിമ്മിങ്, ടെന്നീസ് കളിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്കുകയാണ്, ഇതിനൊക്കെ നമുക്ക് എനർജി ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്നുള്ളത് സൈക്ലിങ്ങിനാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ സൈക്ലിങ്ങിനാണ് ആവശ്യമായിട്ട് വരുന്നുള്ളത്. പിന്നെ വരിക നമ്മുടെ റണ്ണിങ്ങിനാണ്, പിന്നെ വരിക വാക്കിങ്ങിനാണ്. അപ്പോൾ സൈക്ലിംഗ് കഴിഞ്ഞിട്ട് എനർജി റണ്ണിങ്ങിന് വരും, എന്നിട്ട് നമ്മുടെ വാക്കിങ്ങിന് വരും. അങ്ങനെയാണ് എനർജി എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ വരിക. ഇനി സ്ലീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് 65 കലോറീസ് പെർ അവറിൽ വേണം. എന്ത് വേണം, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, സൈക്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുണ്ട്, പിന്നെ റണ്ണിങ്ങിനാണ്, പിന്നെ വാക്കിങ്ങിനാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ സ്ലീപ്പിംഗ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂർ എത്ര കാലറീസ് ആവശ്യമാണെന്ന് അറിയാമോ? 65 കാലറീസ് പെർ അവർ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ്, ഒന്ന് ഓർത്ത് നോക്കിയാൽ 65 കലോറീസ് ആവശ്യമാണ്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാണ്, സിറ്റിംഗ് ആണ്, അതായത് ഒരു പണി എടുക്കാണ്ട് വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. ആ സമയത്ത് 100 കാലറി പെർ അവർ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക.
100 കലോറി പെർ അവറാണ്. പിന്നെ സ്വിമ്മിങ്ങിലോട്ട് വരുന്നതിന് മുന്നേ നമ്മളെന്താണ് വാക്കിംഗ് ചെയ്യാണ്, സ്ലോലി വാക്ക് ചെയ്യാണ്. അതായത് വലിയ ഇതൊന്നും എടുക്കാണ്ട് സാധാരണ രീതിയിൽ നമ്മൾ നടക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 200 കലോറീസാണ് പെർ അവറിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 65 കലോറീസിന് അടുത്ത് വരും. സിറ്റിംഗ് ആണെങ്കിൽ, വെറുതെ സിറ്റിംഗ് ആണെങ്കിൽ 100 വരും. ഇനി വാക്കിംഗ് ആണെങ്കിൽ 200 വരും. ഇനി നമ്മൾ സ്റ്റാൻഡിങ് ആണെങ്കിൽ, സിറ്റിംഗ് പറഞ്ഞില്ലേ, സ്റ്റാൻഡിങ് ആണെങ്കിൽ ഒരു 105. അതായത് എന്തായാലും ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് ഏതിന് വരിക, സ്റ്റാൻഡിങ്ങിനാണ് വരിക. വാക്കിങ്ങിനാകുമ്പോൾ ഒരു 200ൻ്റെ അടുത്തൊക്കെ വരും, ഒരു 200ൻ്റെ ഒക്കെ അടുത്ത് വരും. ഇനി സ്വിമ്മിങ് ഒക്കെ ആണെങ്കിലോ, സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, സ്വിമ്മിങ് ഒക്കെ ആണെങ്കിൽ ഒരു 500 കലോറീസ് ആവശ്യമാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, വാക്കിംഗ് ആണെങ്കിൽ 200, സ്വിമ്മിങ് ആണെങ്കിൽ 500 കലോറീസ് ആവശ്യം വരുന്നത്. എത്രയാണ്? 500 കലോറീസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത്. ഇനി റണ്ണിങ് ആണെങ്കിലോ, റണ്ണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വരും? ഒരു 570 വരും. അപ്പോൾ സ്വിമ്മിങ്ങിനേക്കാളും കൂടുതലാണ് റണ്ണിങ്ങിൽ വരിക. ഇനി നമ്മൾ സ്റ്റെയേഴ്സിലൂടെ വാക്കിയാണ്, സ്പീഡിൽ കൂടി എന്താണ് സ്റ്റെയേഴ്സിൽ അല്ല സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആവശ്യമാണ്, 1100 കലോറീസ് ആവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ലീപ്പിങ്ങിൻ്റെ കേസിൽ 65 കലോറീസ് ആവശ്യമാണ്, 65 കലോറീസ് ഒരു മണിക്കൂറിനകത്ത് ആവശ്യമാണ്. സിറ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു? എത്ര ആവശ്യം വരും? 100 കലോറീസ് ആവശ്യമാണെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റാൻഡിങ് ആണെങ്കിൽ 100-നേക്കാളും കുറച്ചുകൂടെ കൂടുതൽ, അതായത് ഒരു 105 കലോറീസ് ഒക്കെ ആവശ്യം വരും. പിന്നെ വാക്കിംഗ് ആണെങ്കിൽ ഒരു 200 കലോറീസിൻ്റെ അടുത്ത് ആവശ്യം വരുന്നു. പിന്നെ സ്വിമ്മിങ് ഒക്കെ ആണെങ്കിൽ 500 കലോറീസാണ്. പിന്നെ റണ്ണിങ് ആണെങ്കിൽ സ്വിമ്മിങ്ങിനേക്കാൾ കൂടുതലാണ്, അതായത് ഒരു 570 ഒക്കെയാണ് വരിക. പിന്നെ നമ്മൾ സ്റ്റെയേഴ്സ് ഒക്കെ കയറി ഇറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ 1100 കലോറീസാണ് ഒരു മണിക്കൂറിനകത്ത് ആവശ്യം വരിക. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ ഇൻവോളണ്ടറി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മൾ RDA എന്ന് പറയുന്നുള്ള ഒരു ടോപ്പിക്കിനകത്തോട്ട് കിടക്കുകയാണ്. ഏതാണ്? RDA. അപ്പോൾ എത്രത്തോളം എനർജി എക്സ്പെൻഡിച്ചറാണ് ഓരോ അവറിനകത്തുനിന്ന് വരുന്നത് നമുക്ക് മനസ്സിലായല്ലോ. RDA ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയും. എന്താണ്? റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയും. അതായത് നമുക്ക് ഇത്രത്തോളം എനർജി ആവശ്യമാണ് അല്ലേ, നമ്മളത് പറഞ്ഞു. 70% എന്തിനൊക്കെ വേണം? 20% വേറെ വേണം, 10% വേറെ വേണം. ഇനി നമ്മൾ സ്വിമ്മി ആണെങ്കിൽ 500 കലോറീസ് ഒരു മണിക്കൂറിന് വേണം, ബാക്കിയാണെങ്കിൽ 200 കലോറീസ് വേണം. അപ്പോൾ ഇത്രത്തോളം എനർജി നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഭക്ഷണത്തിൽ ആ എനർജി, എത്രത്തോളം റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. അതായത് ഒരു ഭക്ഷണത്തിൽ നമ്മൾ എത്രത്തോളം അതിനെ ഇൻക്ലൂഡ് ചെയ്യണം. സോ എന്താണ് RDA എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്ത് പറയാം? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടല്ലേ, നമ്മുടെ പ്രോട്ടീൻ എല്ലാം നമുക്ക് ആവശ്യമാണ്. ക്വാണ്ടിറ്റി ഓഫ് ദ ന്യൂട്രിയൻസ് ടു ബി പ്രൊവൈഡഡ്, ഇൻ ദ ഡയറ്റ്, അതായത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നത് ഡെയിലി, എപ്പോഴും ഡെയിലി, ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി. നമുക്ക് ഈ വർക്കൊക്കെ ചെയ്യണ്ടേ, അതിനുവേണ്ടി നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്ന ഒരു ദിവസത്തിൽ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? RDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻസ് to be provided in the diet daily for maintaining good health and physical efficiency of the body. ഓക്കെ, അതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ RDA എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, നമുക്ക് ഇത് ഓരോരോ ആൾക്കാരിലും വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പലതരം വർക്കൊക്കെ പറഞ്ഞു. അപ്പോൾ പലവർക്കുള്ള എനർജി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ WHO തന്നിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന RDA കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ FAO ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വേറൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഇത് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമ്മൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണെന്നാണ്. ഒന്ന് സെക്സ്, മെയിലാണോ ഫീമെയിലാണോ. എപ്പോഴും ആണുങ്ങൾക്ക് കുറച്ച് എനർജി കൂടുതലാണ്. അപ്പോൾ 20% നമ്മൾ ഫീമെയിലിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഫീമെയിൽസിനെക്കാളും ഏറ്റവും കൂടുതൽ നല്ല ഒരു 20% കൂടുതലാണ് ആർക്കാവശ്യം വരിക? നമ്മുടെ മെന്നിന് ആവശ്യം വരിക. പിന്നെ നമ്മൾ പറയുമ്പോൾ എനർജി, അതായത് ഇപ്പോൾ RDA ന്യൂട്രിയൻസ് ആണിത്, എനർജി അല്ല ന്യൂട്രിയൻസ് ആണ്, മാറിപ്പോകുന്നത്. ഞാൻ ചിലപ്പോൾ മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും അത് ന്യൂട്രിയൻസ് ആണ്. 20% അധികം ന്യൂട്രിയൻസ് ആര് കഴിക്കണം? നമ്മുടെ മെൻ കഴിക്കേണ്ടി വരും. പക്ഷേ
ഒരു കാര്യത്തിൽ നമ്മുടെ അയൺ ഉണ്ടല്ലോ, നമുക്കറിയാം ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ ഹീമോഗ്ലോബിൻ ഒക്കെ ആവശ്യമായിട്ട് വരുന്നത് അല്ലേ. മെൻസ്ട്രേഷനൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് പീരീഡിൽ, പ്രഗ്നൻസി ടൈമിലൊക്കെ അയൺ കണ്ടന്റ് നമുക്ക് കൂടുതലായി കഴിക്കേണ്ടി വരാറുണ്ട് ആയിരിക്കും ഫീമെയിൽസിന്. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ മാത്രം ക്വാണ്ടിറ്റി ആർക്ക് കൂടുതലായിട്ട് വരും? ഫീമെയിൽസിൻ്റെ കേസിൽ കൂടുതലായിട്ട് വരും. അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ബാക്കി മെന്നിനാണ് കൂടുതലായിട്ട് ബാക്കിയൊക്കെ ആവശ്യം വരിക, ബാക്കി ന്യൂട്രിയൻസ് ഒക്കെ. ഇനി ഏജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് എനർജി ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആർക്കാണ് വേണ്ടത്? ഗ്രോയിങ് ചൈൽഡിനാണ് എനർജി ആവശ്യമായിട്ട് വരിക. അതേപോലെ തന്നെയാണ് ഗ്രോയിങ് ചൈൽഡിനാണ് എനർജി ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ന്യൂട്രിയൻസും ആർക്കാണ് അധികമായിട്ട് ആവശ്യം വരിക? നമ്മുടെ ഈ ഗ്രോയിങ് ചൈൽഡിന് തന്നെയാണ് ആവശ്യമായിട്ട് വരിക. നമ്മൾ പ്രോട്ടീൻ്റെ ടൈമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എത്രത്തോളം പ്രോട്ടീൻ നമ്മൾ കഴിക്കണമെന്ന്, പെർ kgക്ക് എത്ര ഗ്രാം കഴിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുള്ളവർ ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഇല്ലാത്തവർ ഒന്നുകൂടെ പോയി വീഡിയോ കാണുക. അപ്പോൾ ഏജിന് അത് മനസ്സിലായല്ലോ. പിന്നെ ബോഡി സൈസ്. എന്താണ് ബോഡി സൈസ്? അതായത് നല്ല നീളമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ, നല്ല തടിയും നീളമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവർക്ക് എന്താണ് കലോറീസ് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. സ്മോൾ ആൾക്കാരിനേക്കാളും ടോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കലോറി എപ്പോഴും കൂടുതലായിട്ട് വരും. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, സർഫസ് ഏരിയ കൂടുതലുള്ള ആൾക്കാർക്ക് എനർജി കൂടുതലായിട്ട് വരുന്നുണ്ട്. എനർജി കൂടുതലായിട്ട് വേണമെങ്കിൽ അവിടെ RDA കൂടണം, ഡെയിലി നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കൂടണം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നുള്ളത്. പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് നമ്മൾ പ്രഗ്നൻറ്റോ അല്ലെങ്കിൽ ലാക്ടേഷൻ ആണെങ്കിലോ, പാൽ കൊടുക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ, ലാക്ടേറ്റിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് കൂടുതൽ ന്യൂട്രീഷ്യസ് ഫുഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലേ. ഒരു കുട്ടിക്കും കൂടി ഉള്ളത് നമ്മൾ കരുതണ്ടേ. അപ്പോൾ അഡീഷണൽ ന്യൂട്രിയൻസിൻ്റെ റിക്വയർമെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് വർക്ക്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? സെഡൻഡറിയും അതുപോലെ തന്നെ നമ്മൾ ഹെവിയും മോഡറേറ്റും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ ടൈപ്സ് ഓഫ് വർക്കിൻ്റെ കേസിലും ഇവിടെ കാര്യമായിട്ട് വരുന്നുണ്ട്. എന്താണ്, ഒരു സെഡൻഡറി വർക്കർ ആണെങ്കിൽ അവർക്ക് അത്ര എനർജി ആവശ്യമായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെയാണ് സെഡൻഡറി വർക്കറിനേക്കാളും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്, സെഡൻഡറി വർക്കറിന് എനർജി ആവശ്യമാണ്, പക്ഷേ ഇവരെക്കാളും മാർക്ക് വേണം മോഡറേറ്റിന് വേണം, അവരെക്കാളും വർക്ക് വേണം ഹെവിലിക്ക് വേണം, ഹെവിലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന RDAനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് സെക്സ് നമ്മൾ പറഞ്ഞു, അതിനകത്ത് മെന്നിനാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരിക. പിന്നെ അയണിൻ്റെ കേസ് വരുമ്പോൾ മാത്രം മെൻസ്ട്രേഷനും അതുപോലെ തന്നെ ഒരുപാട് ബ്ലഡ് ആർക്ക് ആവശ്യമുണ്ട്? ഫീമെയിൽസിന് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവിടെ ഈ അയണിൻ്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഏജ് പറയുമ്പോൾ ഗ്രോയിങ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസും അതുപോലെ തന്നെ എനർജി ആവശ്യമായിട്ട് വരുന്നുള്ളത്. സൈസിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്മോൾ ആയിട്ടുള്ള ആൾക്കാരെക്കാളും ടോളിനാണ് കാലോറീസ് കൂടുതലായിട്ട് ആവശ്യം എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ ആർക്കാണ് കൂടുതൽ? ടോളായിട്ടുള്ള ആൾക്കാർക്ക്. പിന്നെ പ്രഗ്നൻസി അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് പീരീഡിലൊക്കെ ആണെങ്കിൽ എനർജി കൂടുതലായിട്ട് ആവശ്യം വരുന്നുണ്ട്, ന്യൂട്രിയൻസ് കൂടുതലായിട്ട് ആവശ്യം വരുന്നുണ്ട്. പിന്നെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് വർക്ക് സെഡൻഡറി, അതായത് ചെറിയ ചെറിയ വർക്ക്സ് ഒക്കെ വർക്കാണ് അതും, പക്ഷേ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഹെവി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ന്യൂട്രിയൻസിൻ്റെ റിക്വയർമെൻറ്റ് കുറവാണ്. പിന്നെ മോഡറേറ്റിന്, പിന്നെ ഹെവിക്ക്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ RDAയിലോട്ട് പോകണം. അതായത് ഒരു അഡൾട്ട് മാൻ, ഒരു 70 കിലോഗ്രാം ഒക്കെ ഉള്ള ഒരു അഡൾട്ട് മാൻ്റെ RDA ആണ് ഇത് പറയാൻ പോകുന്നത്. 70 കിലോഗ്രാം, എന്താ പറഞ്ഞത്? 70 കിലോഗ്രാം ഉള്ള ഒരു അഡൾട്ട് മാൻ്റെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എത്ര വേണം? 400 ഗ്രാം വേണം. എത്ര വേണം? 400 ഗ്രാം വേണം. ഫാറ്റ് ആണെങ്കിലോ 70 ഗ്രാം മതി. പിന്നെ പ്രോട്ടീൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. പിന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണെങ്കിൽ ഒരു 4 ഗ്രാം ഒക്കെ വേണം. പിന്നെ നമ്മുടെ ട്രേസ് എലമെൻറ്റ്സ് ആണ് നമ്മുടെ വിറ്റാമിൻസ് ഒക്കെ, അവരൊക്കെ മൈക്രോഗ്രാംസിൽ മതി കേട്ടോ. മൈക്രോഗ്രാംസിൽ മതി വരുന്നവരാണ് ബാക്കിയുള്ള നമ്മുടെ എന്താണ് അയൺ ആയാലും ഫോസ്ഫറസ് ആയാലും കാൽഷ്യം ഒക്കെ ആയാലും. അതിൽ നമുക്ക് അയൺ പറയാം. അയൺ ആണെങ്കിൽ 10 mg ആണ്. ഫോസ്ഫറസ് ആണെങ്കിൽ 800 mg ആണ് അല്ലേ. നമ്മുടെ ബോൺസിലും ടീത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരാളാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കാൽഷ്യം, 800 mg ആണ്. അപ്പോൾ ഫോസ്ഫറസും കാൽഷ്യത്തിനെയും നമുക്ക് ഒരു ഗ്രൂപ്പിലിടാം. 800 mg ആണ്. അയൺ 10 mg ആണ്. പിന്നെ ബാക്കി നമ്മുടെ ഓരോ ആൾക്കാരും എന്താണ് വിറ്റാമിൻസ് ഒക്കെ മൈക്രോഗ്രാംസിലാണ് വരിക കേട്ടോ. പിന്നെ ഇതിൻ്റെ എന്താണ്, ഞാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഞാൻ അയച്ചു തരാം. RDA എന്ന് പറയുന്നത് വലിയൊരു ടേബിളാണ്. ആ ടേബിൾ നമ്മൾ അതുപോലെ തന്നെ പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒറ്റ വീഡിയോ കൊണ്ട് അത് പഠിക്കാനും പറ്റില്ല. അല്ലാണ്ട് നമുക്ക് എന്താണ്, പിന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ വീഡിയോയിലോട്ട് തന്നെ ഓടി വരേണ്ടി വരും. ഒന്നെങ്കിൽ നിങ്ങൾ നെറ്റിൽ നിന്ന് എടുക്കുക, പക്ഷെ ഞാൻ ടെലിഗ്രാമിൽ ഇട്ട് തരാമെന്ന് ഞാൻ പറയാം.
ഓക്കെ, ഓർമ്മയില്ല, അഥവാ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കണേ, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ RDA നമ്മൾ മെന്നിന് എത്രയാണ്, വിമനിന് എത്രയാണ്, അങ്ങനെ ഓരോ ഏജിനും എത്രയാണെന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വെറുതെ ഇവിടെ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല, നമുക്കത് ടെലിഗ്രാമിനകത്ത് തന്നെ ഇടാം, അതായിരിക്കും ബെറ്റർ. അത് നിങ്ങൾ അതുപോലെ തന്നെ കാണാതെ പഠിക്കണം, അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ SDAയിലോട്ട് പോവാണ്. ഇതൊന്നും നമ്മളിവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, SDA. അപ്പോൾ SDAൻ്റെ കേസ് പറയുമ്പോൾ എന്താണ്, SDA റെഫേഴ്സ് ടു ദ ഇൻക്രീസ്ഡ് ഹീറ്റ് പ്രൊഡക്ഷൻ. എന്താണ്, നമ്മുടെ ബോഡിക്ക് തെർമോജനസിസ് എന്ന് കൂടെ പറയും. എന്താ കൂടെ പറയും, തെർമോജനസിസ് എന്നുകൂടി അറിയപ്പെടുന്ന ഒരു സാധനമാണ് ഈ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രീസ്ഡ് ഹീറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് മെറ്റബോളിക് റേറ്റ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഫുഡ് കഴിച്ചതിന് ശേഷം, ഫുഡ് ഇൻടേക്കിന് ശേഷം അവിടെ മെറ്റബോളിക് പ്രോസസ്സ് കൂടും, അതുപോലെ തന്നെ ഹീറ്റ് പ്രൊഡക്ഷനും കൂടും. അതാണ് SDA കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് കൂടെ പറയുന്നു, തെർമോജനസിസ് എന്ന് കൂടെ പറയുന്നു. അല്ലാണ്ട് അറിയപ്പെടുന്ന ഒരാളാണ് കലോറിജെനിക് ആക്ഷൻ, അതുപോലെ തന്നെ തെർമോജെനിക് ആക്ഷൻ എന്നുകൂടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിന് പറയാം. അതായത് നമ്മൾ ഫുഡ് കഴിച്ചു അല്ലെ, ഫുഡ് ഇൻടേക്ക്, ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്നില്ല അല്ലെ, സാധാരണ നമ്മളെ ബോഡി സാധാരണ ഉണ്ട്, നേരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, ആ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താവും, നമ്മുടെ എന്താണ് ഹീറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അത് എത്രത്തോളം കൂടി, അല്ലെങ്കിൽ മെറ്റബോളിക് റേറ്റ് കൂടും, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടും. അതാണ് ഇവിടെ നമ്മൾ തെർമോജനസിസിലൂടെ നോക്കുന്നുള്ളത്. ഓക്കെ, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻക്രീസ്ഡ് ഹീറ്റ് പ്രൊഡക്ഷൻ. ഇത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇത്രത്തോളം മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫുഡ് നമ്മളെ ബോഡിക്കകത്ത് നിന്ന് അതിനെ മെറ്റബോളൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല, ആ മെറ്റബോളിക് റേറ്റിന് ഇൻക്രീസും അതുപോലെ തന്നെ ഹീറ്റ് പ്രൊഡക്ഷൻ്റെ ഇൻക്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയേ, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെ, ഫുഡ് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഡൈജഷൻ നടക്കണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കണമല്ലോ. ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പ്രോട്ടീനും ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർപ്ഷൻ ചെയ്യും അല്ലേ. അബ്സോർപ്ഷൻ കഴിഞ്ഞ് എന്താണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എവിടെയാണോ കൊണ്ടെത്തിക്കേണ്ടത് അവിടെയൊക്കെ കൊണ്ട് കൊടുക്കണ്ടേ, ആർക്കൊക്കെയാണ് ആവശ്യം അവർക്കൊക്കെ കൊണ്ട് കൊടുക്കണ്ടേ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട് ആ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ചില സമയത്ത് എന്താവും, നമ്മൾ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ആവശ്യമില്ല, അത് നമ്മൾ ബോഡിയിൽ കൊണ്ടുപോയി വേറെ സ്റ്റോർ ചെയ്യൂലേ, നമ്മൾ സ്റ്റോർ ചെയ്യും അല്ലെ, ഗ്ലൈക്കോജനൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിനും എന്താണ് നമ്മുടെ മെറ്റബോളിസം നടക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് എന്താണ്, ഫാറ്റ്സ് ഉണ്ട് നമ്മുടെ ബോഡിനകത്ത് ഒരുപാട്, അത് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂലൊക്കെ സ്റ്റോർ ചെയ്യാറില്ലേ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം നടക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഡൈജഷനും അബ്സോർപ്ഷനും മാത്രമൊന്നുമല്ലേ, അല്ല, ഡൈജഷനും അബ്സോർപ്ഷനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള റിസർവ്സ് ആയിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്, ഒരുപാട് എനർജി അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ പറയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഇത്രത്തോളം കലോറി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് 1000 കലോറി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മളത് കഴിക്കുന്നു. നമുക്ക് ഈ 1000 കലോറീസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. 1000 കലോറീസ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതിനകത്ത് 10% എന്തായിട്ട് പോകുന്നുണ്ട്, 10% എന്തായിട്ട് SDA ആയിട്ട് പോകുന്നുണ്ട്. കാരണം നമ്മൾ ആ ഭക്ഷണം കഴിച്ചു, അതിന് ഡൈജഷൻ എനർജി ആവശ്യമുണ്ട്, അബ്സോർപ്ഷന് ഡൈജഷൻ ആവശ്യമുണ്ട്, എനർജി ആവശ്യമുണ്ട്. അങ്ങനെ പല പ്രോസസ്സിനായിട്ട് ഈ ഫുഡ് മോളിക്യൂളിൻ്റെ തന്നെ പല പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്താണ്, എനർജി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് 10% അത് SDA ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നുള്ളത് 900 കലോറീസാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് RDA പ്രകാരം എനിക്ക് 1100 കലോറി കഴിക്കണം എന്ന്, അല്ലെങ്കിൽ 1400, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ 1200 1400 കലോറീസ് വേണമെന്ന്. അങ്ങനെ 1400 കലോറി വേണം എന്ന് പറയുന്ന ഒരാൾ എത്ര കഴിക്കണം, ഒരു 1500, 1500 അല്ല അല്ലേ, എന്താണ് 10% SDA ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ കഴിച്ചേ മതിയാവുള്ളൂ. 1500 അല്ല കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ഈ 1000 ആണ് എളുപ്പത്തിൽ പറയാൻ പറ്റുക. കാരണം 1000ൻ്റെ 10% 100 ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 1000 കലോറി ഫുഡാണ് വേണമെങ്കിൽ നമ്മൾ ആ 10% പോകുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എന്താണ് അതിൽ കൂടുതൽ കഴിക്കണം. ഓക്കെ, അതാണ് ഞാൻ ഇത്രയും നേരമായിട്ട് പറഞ്ഞ് വരുന്നുള്ളത്. അതെങ്ങനെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ കഴിക്കുന്ന അത്രയും സാധനങ്ങൾ നമ്മുടെ ബോഡിക്കകത്തേക്ക് വരുന്നില്ല, അത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ യൂട്ടിലൈസ് ചെയ്യാണ്. നമ്മുടെ ബോഡിക്കും വർക്ക് ചെയ്യണ്ടേ.
അപ്പോൾ നമ്മൾ ഇത്ര എനർജി വേണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് അവിടെ കഴിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താണ് പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻസ് അല്ല പ്രോട്ടീൻസ് തന്നെയാണ് 30% ആണ് പ്രോട്ടീൻസ് കൊണ്ടുപോവുക. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ 5% കൊണ്ടുപോകുള്ളൂ SDA. പ്രോട്ടീൻസ് ആണ് വലിയ ആൾക്കാർ. പിന്നെ ലിപ്പിഡ്സ് 50% കൊണ്ടുപോകും. അപ്പോൾ ലിപ്പിഡ്സിന് 15% SDA വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സിന് 5% ആണ്, പിന്നെ 30% ആർക്കാണ്? പ്രോട്ടീൻസിൻ്റെ SDA ആണ്. അപ്പോൾ നമ്മളൊരാൾ 100 ഗ്രാം പ്രോട്ടീൻസ് കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് 30% എന്തായിട്ട് പോകുന്നുണ്ട്? SDA ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മളെന്ത് കഴിക്കാൻ? ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് SDA വരുന്നുള്ളത് കാർബോഹൈഡ്രേറ്റ്സിനാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ SDA വരുന്നത് പ്രോട്ടീനാണ്, ഏറ്റവും കുറവ് SDA വരുന്നുള്ളത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനാണ്, പിന്നെ മീഡിയം ആയിട്ടാണ് ഏത് വരുന്നുള്ളത്? നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇത്ര നേരം പറഞ്ഞത്? SDAനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. തെർമോജനസിസ് എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ തെർമോജനിക് ആക്ഷൻ അല്ലെങ്കിൽ കലോറിജനിക് ആക്ഷൻ എന്ന് പറയുന്നു. ഇതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫുഡ് ഇൻടേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുള്ള ഹീറ്റിൻ്റെ ഇൻക്രീസും അതുപോലെ തന്നെ മെറ്റബോളിക് റേറ്റിൻ്റെ ഇൻക്രീസിനെയാണ് നമ്മൾ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ അഥവാ SDA എന്ന് പറയുക. സാധാരണ നമ്മൾ 10% എന്ന് പറയും. ഇനി പ്രോട്ടീൻസിൻ്റെ കേസ് ആണെങ്കിൽ അത് 30% ആണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ ആണെങ്കിൽ അത് 5% ആണ്, ലിപ്പിഡ്സിൻ്റെ ആണെങ്കിൽ അത് 15% ആണ്. ഈ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? കലോറിജനിക് ആക്ഷനും തെർമോജനിക് ആക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എവിടേക്കാണ് പോകുന്നത്? നമ്മളെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? ഡൈജഷനാണ്. ഡൈജഷന് വേണ്ടി ഒരുപാട് എനർജി പോകുന്നുണ്ട്. അതിനുശേഷം അബ്സോർപ്ഷനാണ്, അതിനുവേണ്ടി ഒരുപാട് എനർജി പോകും. അതിനുശേഷം ആ അബ്സോർബ് ചെയ്ത ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി എനർജി പോകും. പിന്നെ ഈ ഗ്ലൂക്കോസ്, ഫാറ്റ്സ് അതുപോലെ ഓരോ മോളിക്യൂൾസും നമ്മൾ എന്ത് ചെയ്യണം? റിസർവ് ചെയ്യണം, അല്ലേ? സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനും എനർജി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? 1000 കലോറി കഴിക്കുന്ന ഒരാൾക്ക് ആ 1000 കലോറി കിട്ടുന്നുണ്ടോ? ഇല്ല, അതിനകത്ത് 10% SDA ആയിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ പ്രോട്ടീനൊക്കെ ആണെങ്കിൽ 30% ആണ് SDA ആയിട്ട് പോകുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 1000 കലോറീസിനകത്ത് 900 മാത്രമേ അയാൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ ഇത്ര കലോറി വേണമെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് ഭക്ഷണം കൂട്ടണം. കാരണം ഇതിനൊക്കെ വേണ്ടി എനർജി അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലിപ്പിഡ്സിൻ്റെ കേസിൽ 30%, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് 15, കാർബോഹൈഡ്രേറ്റ്സ് 5 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു മിക്സ്ഡ് ഡയറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, മിക്സ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നതായിരിക്കും, അല്ലേ? ഇതും ആഡ് ചെയ്തിട്ടുണ്ടാവും, ഇതും ആഡ് ചെയ്തിട്ടുണ്ടാവും, എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് മിക്സ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും കുറവായിരിക്കും കേട്ടോ. ഈ SDA നമ്മൾ പ്രോട്ടീൻ്റെ മാത്രം എടുക്കുകയാണെങ്കിലാണ് 30%, കാർബോഹൈഡ്രേറ്റിൻ്റെ മാത്രം എടുക്കുകയാണെങ്കിൽ 5%, ലിപ്പിഡ് മാത്രം എടുക്കുകയാണെങ്കിൽ 50%. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ മിക്സ്ഡ് ഡയറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ SDA കുറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് മറ്റേതിൻ്റെ കൂടെ മിക്സ് ആയിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടെ SDA എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഓക്കെ, സാധാരണ വരെ ഒരു 10% ഒക്കെയാണ്. ഓക്കെ, അല്ലാണ്ട് മിക്സ്ഡ് ഡയറ്റ് ചോദിച്ചാൽ 10% ആണ്, അല്ലാണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നിനും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SDAനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. So higher SDA for protein indicates that it is not a good source of energy. ഇതാണ് നമ്മളിപ്പോൾ 100 ഗ്രാം പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 30% നമ്മൾ പ്രോട്ടീൻ എന്താണ് SDAക്ക് വേണ്ടി കഴിയുമ്പോൾ നമുക്ക് അവിടെ 70 ഗ്രാം പ്രോട്ടീൻ മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് സോഴ്സ് ഓഫ് എനർജി അല്ല. പക്ഷെ നമുക്കറിയാം ഗ്ലൂക്കോസ് ഒക്കെയാണ് നമ്മൾ എനർജി സോഴ്സ് ആയിട്ട് എടുക്കാറുള്ളത്, അല്ലേ? അത്ലറ്റ്സ് ഒക്കെ ഗ്ലൂക്കോസ് കഴിക്കുന്നില്ലേ? അതെന്തിനാണ്? കലോറീസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ? അതെന്തുകൊണ്ടാണ്? അതിനവിടെ 5% SDA മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എനർജി ലോസ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോട്ടീൻ ഒരിക്കലും ഗുഡ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ കുറവ് ആർക്കാണ്? കാർബോഹൈഡ്രേറ്റ്സിനാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഫാറ്റാണ് ബെസ്റ്റ് സോഴ്സ് ഓഫ് എനർജി. എന്താണ് പറഞ്ഞത്? നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെയാണ് കഴിക്കുന്നത്, അവിടെ 5% മാത്രമേ SDA ഉള്ളൂ. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി ഏതാണ്? ഫാറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? SDA കുറക്കാനുള്ള എബിലിറ്റി ഉണ്ട്, SDAൻ്റെ എഫക്റ്റ് കുറക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മിക്സ്ഡ് ഡയറ്റിൽ അതിനെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ നമ്മുടെ SDA എഫക്റ്റ് കുറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ കുറവ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SDA കുറവ് കാർബോഹൈഡ്രേറ്റിന് തന്നെയാണ്. പക്ഷേ SDAനെ കുറക്കാനുള്ള കഴിവായിരിക്കാണ്? ഫാറ്റിനാണ്. എന്താണ്? ഫാറ്റിനാണ്. ഓക്കെ ആണല്ലോ? അതാണ് ഇതിൻ്റെ കേസിൽ പറയാനുള്ളത്, നമ്മുടെ RDAൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്,
അതിനകത്ത് കാർബോഹൈഡ്രേറ്റിനാണ് RDA കുറവ്. പക്ഷെ നമ്മൾ പറയും എന്ത് പറയണം, ഫാറ്റാണ് ബെസ്റ്റ് സോഴ്സ് ഓഫ് എനർജി. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് SDA കുറക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ RDA നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സിലബസിൽ മാർക്ക് ചെയ്തോളൂ. നെക്സ്റ്റ് ബാലൻസ്ഡ് ഡയറ്റാണ്. ഇത് ഞാൻ പറഞ്ഞതുണ്ടോ? നമുക്കറിയാം ബാലൻസ്ഡ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാം. എങ്കിലും സയൻറ്റിഫിക്കലി നമ്മൾ കുറച്ച് കാര്യങ്ങളായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ അല്ലെങ്കിൽ അതിനെന്ത് പറയാം, പ്രൂഡൻറ്റ് ഡയറ്റ് എന്ന് പറയാം. എന്തെന്ന് പറയാം, പ്രൂഡൻറ്റ് ഡയറ്റ് എന്ന് കൂടി പറയാം. ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ പ്രൂഡൻറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡയറ്റാണ്, ഒരു ടൈപ്പ് ഓഫ് ഡയറ്റാണ്. അതിനകത്ത് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്സ് ഉണ്ടാവും. അതിനകത്ത് ഒരു ചോറ് മാത്രമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി മാത്രമാണോ, അല്ലെങ്കിൽ ഒരു നട്ട്സ് മാത്രമാണോ, അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. അതിനകത്ത് ആ ഫുഡ്സിനൊക്കെ എന്തുണ്ടാവും, ഇതിൻ്റെയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റും ആവശ്യത്തിനുള്ള ഫാറ്റും വിറ്റാമിനും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് കൂടിയതാണ് എന്തെന്ന് നമ്മൾ ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എനർജി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള തരത്തിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും വിറ്റാമിനെയും മിനറലിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഫുഡാണ് എന്ത് പറയുന്നത്, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൃത്യമായ അളവിലും പ്രൊപ്പോർഷനിലും അല്ലേ, ന്യൂട്രിയൻസ് ഇൻ ദ എമൗണ്ട് ആൻഡ് പ്രൊപ്പോർഷൻ റിക്വയർഡ് ടു വൺസ് ഏജ്, നമ്മുടെ പ്രായത്തിനും നമ്മുടെ ജെൻഡർ സെക്സിനും അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി, നമ്മൾ ഏത് ടൈപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നു അതിനൊക്കെ അനുസരിച്ചിട്ട് കൊടുക്കുന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഫുഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള മാത്രമല്ല ഇത് തരുന്നുള്ളത്, ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എനർജി റിക്വയർമെൻറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും ഇത് കംപ്ലീറ്റ് ചെയ്യും. അതുകൂടാണ്ട് കുറച്ച് എനർജി അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും കൂടി ചെയ്യും. അതാണ് ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒരു കാര്യം. ബാലൻസ്ഡ് ഡയറ്റ് നോട്ട് ഓൺലി മീറ്റ്സ് അവർ ഡേ ടു ഡേ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ്, നമ്മൾ ഒരു ദിവസത്തേക്ക് ആവശ്യമായത് മാത്രമല്ല അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്, വരുന്ന ദിവസങ്ങളിലേക്ക് അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഫാസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് കണ്ടീഷനിലൊക്കെ കൂടുതലൊക്കെ എനർജി ആയിട്ടൊക്കെ ആവശ്യം വരുമ്പോൾ ഇത് നമുക്ക് അവിടുന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന ബാലൻസ്ഡ് ഡയറ്റ് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യും കേട്ടോ. ഇത് എപ്പോഴും ഒരു സാധനം തന്നെയല്ല. ഇപ്പം ഞാൻ പറയുകയാണ് രാവിലെ ഇന്ന സാധനം കഴിച്ചോളൂ, ഒരു മുട്ടയും ഒരു പാലും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാണ്. പക്ഷെ അത് ഓരോരോ ആൾക്കാർക്ക് അത് വ്യത്യാസമാണ്. നമ്മളെന്താ പറഞ്ഞത്, ഇത് ഇവിടെ ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണതാ, ഡിപ്പെൻഡ്സ് ഓൺ ദ ഏജ്, സെക്സ്, ആക്ടിവിറ്റി, അതുപോലെ തന്നെ ചില കൺട്രീസിൽ ചിലതാണ്, അവിടുത്തെ ക്ലൈമറ്റ് വ്യത്യാസമാണ്. അപ്പോൾ അതിനൊക്കെ നോക്കിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നുകൂടെ പറയാം, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പ്രൂഡൻറ്റ് ഡയറ്റ് എന്നുകൂടി അറിയപ്പെടും. ഇതിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് അടങ്ങിയിട്ടുണ്ട്. അതെന്തിനാണ്, നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്, ഒരു ദിവസത്തിലുള്ള ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വിറ്റാമിൻ, മിനറൽ ഇതൊക്കെ അടങ്ങിക്കൂടിയിട്ടുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് അളവിലും കറക്റ്റ് പ്രൊപ്പോർഷനിലുമാണ് നമുക്കത് തരിക. അത് ഓരോ ആൾക്കാർക്കും അത് ഡിഫർ ചെയ്യും. ഇത് ഡേ ടു ഡേ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് മാത്രമല്ല, കുറച്ച് സ്റ്റോർ ചെയ്യാനും കൂടി അത് നമ്മൾക്ക് അവസരം തരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. പേഴ്സൺ ടു പേഴ്സൺ ഈ പറഞ്ഞിരിക്കുന്ന ബാലൻസ്ഡ് ഡയറ്റ് ഈക്വൽ ആണ്. നമ്മൾ ഡയറ്റീഷ്യനൊക്കെ കണ്ടിട്ട് ആണ് ഇത് ഉണ്ടാക്കുക, നമ്മൾ സ്വയമാണ് ഉണ്ടാക്കുകയല്ല. അവർ നമ്മുടെ വെയ്റ്റും നമ്മുടെ ഹൈറ്റും നമ്മുടെ ബോഡി സൈസ്, നമ്മുടെ ഏജ്, നമ്മുടെ കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് അവർ നമുക്കൊരു ഡയറ്റ് തരും. ആ ഡയറ്റ് ഒരിക്കലും നമുക്ക് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് പറഞ്ഞിരിക്കുന്നത് ഓരോരാളിൽ നിന്നും ഇത് വ്യത്യാസമാണ്. നമ്മൾ ഇതിനകത്ത് ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യും, ഓയില്, ഷുഗർ, പിന്നെ മിൽക്ക്, മീറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ പലതരത്തിലുള്ള ഗ്രെയിൻസ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഒരു എന്തെന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ്, ഗ്രെയിൻസ് ആയിരിക്കും അല്ലേ, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുക, ഒരു ഗ്രെയിൻസ് ആണ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. വെജിറ്റബിൾസും കഴിഞ്ഞിട്ട് കുറച്ചാണ് ഫ്രൂട്ട്സ്. ഏറ്റവും കൂടുതൽ ഗ്രെയിൻസ് ആയിരിക്കും ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ഫുഡിൽ ആരെയാണ് ഉൾപ്പെടുത്തുന്നത്, ഗ്രെയിൻസിനെയാണ്. അതിനകത്ത് ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് വരിക ഫ്രൂട്ട്സ് ആണ്. തേർഡ് നമ്മൾ വെജിറ്റബിൾസിന് കൊടുക്കും. പിന്നെ മീറ്റ്, ഫിഷ്, എഗ്ഗ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഫോർത്ത് പ്രൈസ് കൊടുക്കും. പിന്നെ ഈ ഓയിലും ഷുഗറൊക്കെ കുറച്ച് മതി, ഫിഫ്ത്ത് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പിരമിഡ് നമ്മൾ വരക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വരേണ്ടത് ഗ്രെയിൻസ് ആയിരിക്കും, പിന്നെ വെജിറ്റബിൾ ആയിരിക്കും, പിന്നെ ഫ്രൂട്ട് ആയിരിക്കും, പിന്നെ മിൽക്ക്, മീറ്റ്, ഫിഷ് ഒക്കെ ആയിരിക്കും. ഇത് ഓയിൽസ്, ഷുഗേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്, ഗ്രെയിൻസ് ആണ്. പിന്നെ എന്താണ്, നമ്മളെ
നമ്മുടെ ചുറ്റുപാട് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം ഞാൻ പോയിട്ട് ഇങ്ങനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടാത്ത ഫുഡൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുക. ഇപ്പോൾ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഗ്രെയിൻസ് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അരിയൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റൈസ്, വീറ്റ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് നമ്മളത് മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ പൾസസ് കഴിക്കാറുണ്ട്, പിന്നെ നമ്മൾ റൂട്ട്സ് ചില ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, ഇതൊക്കെ നമ്മൾ എന്താണ് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ ബാലൻസ്ഡ് ഡയറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ IBD എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം ഒന്നും അല്ല കേട്ടോ, വെറുതെ ഞാൻ എഴുതിയാണ്. ഇന്ത്യൻ ബാലൻസ്ഡ് ഡയറ്റിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സെറിയൽസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ പൾസസ് ഉണ്ടാവും, പിന്നെ വെജ് ഉണ്ടാവും, പിന്നെ റൂട്ട്സ് വരാറുണ്ട്, പിന്നെ ട്യൂബേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക് പ്രൊഡക്ട്സ്, പിന്നെ ഫാറ്റ്സ്, ഓയിൽസ്, ഷുഗേഴ്സ്, ഇതൊക്കെയാണ് ഇന്ത്യൻ ബാലൻസ്ഡ് ഡയറ്റിൽ വരിക. മറ്റ് കൺട്രീസിലത്ത് നോക്കിയാൽ അവിടെ വ്യത്യാസമാണ്. കാരണം അവരുടെ അവൈലബിലിറ്റി അതാണ്, അവർക്കുള്ള അവൈലബിലിറ്റി അതാണ് എന്ന് കരുതി നമ്മൾ അവരുടെ സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ വെജിൻ്റെ കേസിലും നോൺ വെജിൻ്റെ കേസിലും പറയുകയാണെങ്കിൽ നോൺ വെജ് ഡയറ്റ് ഉണ്ട്, വെജ് ഡയറ്റ് ഉണ്ട്. വെജ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ മീറ്റ്, ഫിഷ്, എഗ്ഗൊക്കെ നമ്മൾ നോൺ വെജ് ഡയറ്റിൽ ഉൾപ്പെടുത്തും. മീറ്റ്, ഫിഷ്, എഗ്ഗൊക്കെ. അപ്പോൾ വെജിറ്റേറിയൻ ഡയറ്റ്സിൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന മീറ്റ്, ഫിഷ് അതിൻ്റെയൊക്കെ ഗുണം കിട്ടണമെങ്കിൽ എന്താണ്, കുറച്ചുകൂടെ പൾസസും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. എന്നാൽ മാത്രമേ അവർക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള എനർജി റിക്വയർമെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവർ ഫുഡ് കഴിക്കും. അതായത് അവർ ശ്രദ്ധിച്ചിട്ടേ കഴിക്കുള്ളൂ. ലോ കലോറി ഫുഡ്സാണ് അവർ കഴിക്കുക. അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടാം. ഇനി ഹൈ കലോറി ഫുഡാണെങ്കിൽ ക്വാണ്ടിറ്റി നമ്മൾ കുറക്കണം. മനസ്സിലായോ? ഹൈ കലോറി ഫുഡാണെങ്കിൽ നമ്മൾ, അതായത് ഒരു ഡെയിലി എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ്, ലോ കലോറി ഉള്ള ഒരുപാട് ന്യൂട്രിയൻസ് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹൈ കലോറീസ് ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രം കഴിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ടോട്ടൽ കലോറീസിൻ്റെ കാര്യം നോക്കണം. ടോട്ടൽ ഫാറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒബേസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ സെറിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറിയൽസിൽ നിന്ന് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടുന്ന എനർജി ഒരിക്കലും 75% കൂടുതലാവാൻ പാടില്ല. 75% ഒരിക്കലും കൂടുതലാവാൻ പാടില്ല. ഇൻക്ലൂഡ് 2 cereals in 1 meal. ഒന്നെങ്കിൽ റൈസ്, വീറ്റ്, അങ്ങനെ 2 cereals മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാടെണ്ണം മിക്സ് ചെയ്തിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ എന്താണ്, സെറിയൽ പ്രോട്ടീൻ റേഷ്യോ എപ്പോഴും എന്തായിരിക്കണം, അല്ലെങ്കിൽ സെറിയൽ ടു പൾസ് റേഷ്യോ എപ്പോഴും എന്തായിരിക്കണം, 4:1 ആയിരിക്കണം. എന്താണ്, പ്രോട്ടീൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും സെറിയലിൻ്റെയും പൾസിൻ്റെയും, സെറിയൽ പ്രോട്ടീൻ്റെയും, സെറിയലിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ കിട്ടും, പൾസിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ആ സെറിയൽ പ്രോട്ടീനും അതുപോലെ തന്നെ പൾസ് പ്രോട്ടീൻ റേഷ്യോ എപ്പോഴും 4:1 ആയിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. പിന്നെ എപ്പോഴും ഒരു മീഡിയം സൈസ്ഡ് ഫ്രൂട്ട് നമ്മൾ ഡെയിലി കഴിക്കാൻ ശ്രമിക്കണം. എന്താണ്, മീഡിയം സൈസ്ഡ് ഫുഡ്, അത് കുക്ക് ചെയ്യാണ്ട് നമുക്ക് റോ ആയി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ ആണല്ലോ. പിന്നെ വെജിറ്റബിൾസ് ഒരുപാട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ റിച്ച് ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഒരു 100 മിൽക്ക് പെർ ഡേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇന്ത്യൻ സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനകത്ത് എന്താ പറഞ്ഞാൽ 75% ഒരിക്കലും സെറിയൽസ് കൂടാൻ പാടില്ല. പിന്നെ സെറിയലിൽ നിന്നും പ്രോട്ടീൻ വരുന്നുണ്ട്, നമ്മുടെ പൾസസിൽ നിന്നും പ്രോട്ടീൻ വരുന്നുണ്ട്. അപ്പോൾ ആ 2 പ്രോട്ടീൻ്റെ റേഷ്യോ എപ്പോഴും 4:1 ആയി കീപ്പ് ചെയ്താൽ നമുക്ക് എന്താണ്, നമ്മുടെ പ്രോട്ടീൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മീഡിയം സൈസ്ഡ് ഫ്രൂട്ട് എപ്പോഴും നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. എന്നാൽ മാത്രമേ ഡൈജഷനൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. വെജിറ്റബിൾസ് നല്ലോണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. 100 മിൽക്ക് പെർ ഡേ നമ്മൾ 100 ml മിൽക്ക് ഒരു ദിവസം കഴിക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റും അതൊന്നുകൂടെ പറഞ്ഞുതരാം. കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീനും നമ്മുടെ ലിപ്പിഡ്സൊക്കെ ഇല്ലേ, അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു 50 to 60% ന്യൂട്രിയൻസ് കാർബോഹൈഡ്രേറ്റിൽ നിന്നായിരിക്കും. പിന്നെ ഒരു 10 to 15% പ്രോട്ടീനിൽ നിന്നായിരിക്കും. പിന്നെ എന്താണ് നമ്മുടെ ഇത്രയല്ലേ ഉള്ളൂ, 50 to 60% നമ്മളെപ്പോഴും എഴുന്നായിരിക്കണം, കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നായിരിക്കണം.
പിന്നെ 10-15% നമ്മൾ പ്രോട്ടീൻ, ലിപ്പിഡ് പറഞ്ഞില്ല അല്ലേ, 20-30% നമ്മൾ ലിപ്പിഡിൽ നിന്നായിരിക്കണം. 20-30% നമ്മൾ ലിപ്പിഡിൽ നിന്നായിരിക്കണം. ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ എപ്പോഴും ഇങ്ങനെയാണ് വരിക. ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം, പിന്നെ ഫാറ്റ്സ് ആയിരിക്കണം, പിന്നെ നമ്മുടെ പ്രോട്ടീൻസ് ആയിരിക്കണം. ഇനി ഇമ്പോർട്ടൻസ് നമുക്കറിയാലോ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, നമുക്ക് ആവശ്യത്തിന് എനർജി വേണം അല്ലേ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ഡേ വർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാൽന്യൂട്രീഷൻ ഒന്നും വരാൻ പാടില്ല. മാൽന്യൂട്രീഷൻ പറഞ്ഞാൽ അറിയാലോ. പിന്നെ എനർജി ലെവൽ എപ്പോഴും ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല വൃത്തിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ബാക്കിയുള്ള ഡിസീസുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അതിനും ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, നമ്മുടെ ഡയബറ്റീസ്, ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ്, അതുപോലെ തന്നെ ചില തരത്തിലുള്ള ക്യാൻസർ, ഇത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ബാലൻസ്ഡ് ഡയറ്റോടുകൂടി നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം തോന്നിയ പോലെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തോന്നിയ പോലെ അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ബോൺസിനെ നമുക്ക് ഇതാക്കാനുണ്ട്, സ്ട്രെങ്ത് ചെയ്യണം, മസിൽ വേണം, നമുക്ക് നല്ല നല്ല സ്കിന്ന് വേണം അല്ലെ, നല്ല സ്കിൻസൊക്കെ ഉണ്ടാകണമെങ്കിൽ, അതായത് നമുക്ക് ഏജിങ് ഒന്നും ഇല്ലാതെ നല്ല എന്താണ് പറയുക, ചുക്കിച്ചുളിവൊന്നും ഇല്ലാത്ത സ്കിന്ന്, അതുപോലെ തന്നെ നല്ല ആരോഗ്യവാനുള്ള പല്ലുകൾ, നമ്മുടെ കണ്ണുകൾക്ക് നല്ല ആരോഗ്യം വേണം. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല നല്ല ഭക്ഷണം വേണം. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ അവർ ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിലും എന്ത് വേണം, നല്ല നല്ല ഭക്ഷണങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ്ഡ് ഡയറ്റിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം, അതായത് ഏതൊക്കെ ഭക്ഷണം, ഇഡ്ഡലി, സാമ്പാർ, അങ്ങനെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ലേ, അങ്ങനെ എന്തൊക്കെ ഓരോ ദിവസവും ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൻ്റെ ഒരു ചാർട്ട് കൂടി ഉണ്ട്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അയച്ചുതരാം. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഞാൻ ക്രോമാറ്റോഗ്രഫി ചെയ്യും കേട്ടോ. സോ താങ്ക് യു.